ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. വൈകുന്നേരത്തെ കുഞ്ഞു വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ പണിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് രാവിലെ തന്നെ. അപ്പോൾ ഒന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റാണ് കേട്ടോ. അപ്പം അടുപ്പൊക്കെ ഒന്ന് തുറന്നൊക്കെ വെച്ചിന് ഇന്ന് ചോറും കറിയൊക്കെ അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. നമ്മളെ ഗ്യാസ് പണി മുടക്കിയിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് തന്നെ ഇതുമലാണ് ഇപ്പം നമ്മളെല്ലാ കാര്യപരിപാടികളും രാവിലെ തന്നെ തുടങ്ങണത്. അപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല, ഞാൻ എഴുന്നേറ്റണ്. പിന്നെ പാപ്പുമോള് ഡൈനിങ് ഹാളിൽ തന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വേഗം എണീറ്റിട്ട് ചോറിനുള്ള വെള്ളം വെക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ വേവിച്ച് വെച്ചതുണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കണം. രാവിലെ വെച്ചാൽ വേവാത്ത അരി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ പിന്നെ അതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാനേ ഉള്ളൂ. അപ്പോൾ വേഗം ചോറിനുള്ളത് ആദ്യം വെച്ച് കൊടുക്കട്ടെ. അനുചേട്ടൻ പോകാനാകുമ്പോഴേക്ക് വേഗം ആവണം. അനുചേട്ടനിപ്പം വേറെ സ്ഥലത്ത് കോഴിക്കോടാണ് പണി. അപ്പം കുറച്ച് നേരത്തെ തന്നെ പോകണം. ഒരു 7:15 ആകുമ്പോഴേക്ക് ഇറങ്ങണം. അപ്പോൾ ഞാൻ വേഗം ചോറ് ആയാൽ പിന്നെ കറിയൊക്കെ അല്ലേ, അത് പെട്ടെന്ന് ആയി കിട്ടും. കറിയും രാത്രിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് മാറ്റി വെച്ചിന് കേട്ടോ. അതും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ തന്നെ ഉള്ളൂ. അപ്പം രാവിലെ ഫ്രീസറിൽ നിന്ന് മീൻ എടുക്കുമ്പം വെറും ഐസും കട്ടയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഐസൊക്കെ പോയി കിട്ടണമെങ്കിൽ തന്നെ നല്ല ടൈം എടുക്കും. അപ്പോഴേക്കും എല്ലാവർക്കും പോകാനുള്ള സമയമാകും. അതുകൊണ്ട് ഞാൻ രാത്രിയിൽ തന്നെ മീൻ അങ്ങനെ കറി വെച്ച് എടുക്കുക കേട്ടോ ചെയ്യുക. എന്നിട്ട് തണുപ്പിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ രാവിലെ അതൊന്ന് തിളപ്പിക്കേണ്ട ഒരൊറ്റ ആവശ്യമല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതാ വേഗം തീയൊക്കെ കത്തിച്ച് കൊടുത്ത് പുകയൊക്കെ ഇങ്ങനെ ഉള്ളോട്ടേക്ക് തന്നെ എടുക്കാൻ കേട്ടോ. അപ്പോൾ രാത്രി എന്നല്ല രാവിലെ ആയി. പക്ഷേ ജനവാതിലൊക്കെ തുറന്നിട്ടിട്ടില്ല. പുറത്ത് നല്ല ഇരുട്ടാണ്. എന്നാലും വേഗം തുറക്കാൻ വേണ്ടിയിട്ട് പോയിന് കേട്ടോ. എന്നാലേ പുക വേഗം ഒന്ന് പുറത്തേക്ക് പോകുള്ളൂ. രാവിലെ കത്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിന്. കത്തിക്കുമ്പോൾ തന്നെ പുക എല്ലാം കൂടി ഇങ്ങോട്ട് ഉള്ളോട്ടേക്ക് എടുക്കും. അപ്പോൾ ഞാൻ വേഗം വാതിലൊക്കെ ഒന്ന് തുറന്നു കൊടുക്കും, ജനവാതിലൊക്കെ ഒന്ന് തുറന്നു കൊടുക്കും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ അടുപ്പും കത്തിക്കാനേ. ഇനി ഇതിലേക്ക് ഒന്ന് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് കറി ഒന്ന് ചൂടാക്കി എടുക്കണം. കറിയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വെച്ചിന്. അപ്പോൾ രണ്ടും കൂടി മത്സരിച്ച് കത്തിക്കണ പണിയാട്ടോ. എന്നാലേ അപ്പം പണി വേഗം തീരുള്ളൂ. ഒരടുപ്പ് ഒഴിയാൻ കാത്തുനിന്ന് നമ്മളെ പണിയൊന്നും തീരൂല. അതുകൊണ്ട് വേഗം രണ്ടടുപ്പും കൂടി അങ്ങോട്ട് കത്തിക്കണ തന്നെയാണ്. അപ്പോൾ മത്തി കറി വെച്ചിട്ടാട്ടോ. ഇനി ഇതൊന്ന് എന്താ പറയുക, വെള്ളമായി കിട്ടണം. കുറച്ച് കട്ടി കൂടിയാണ് കേട്ടോ ഐസായിട്ടേ. അപ്പോൾ നല്ല കുഞ്ഞമത്തിയാണ് ഇന്നലെ രാത്രി കറി വെച്ചിട്ട് വെച്ചത്. പിന്നെ അയലമീനുണ്ട്, അതൊന്ന് പൊരിക്കണം. അപ്പം പൊരിച്ചത് ആകുമ്പോൾ മക്കൾക്ക് അത് മാത്രം കൊണ്ടുപോകും. ചേട്ടൻ പിന്നെ എന്തായാലും കറി കൊണ്ടുപോകണം. മക്കൾക്ക് പിന്നെ കറി നിർബന്ധമില്ല. പൊരിച്ച മീനായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശ പച്ചരി സ്റ്റോറിൽ നിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് പച്ചരി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ദോശ ഉണ്ടാക്കി അങ്ങനെ തീർക്കുകയാണ്. ഉഴുന്ന് ദോശ ഇവിടെ നായ്ക്കുട്ടികൾ തിന്നൂല കേട്ടോ. അതുകൊണ്ടാണ് ഇതന്നെ ഉണ്ടാക്കുന്നത്. ആരും ഒന്നും തെറ്റായിട്ട് വിചാരിക്കേണ്ട. നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ്. കാരണം ഓർക്കും തിന്നാൻ സുഖമാണ്, ഞങ്ങൾക്കും സുഖമാണ്. ഇവിടെ മക്കൾക്കും ഇഷ്ടമാണ്, നായ്ക്കുട്ടികൾക്കും ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്തത് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് പക്ഷെ എന്നാലും അമ്മ കൊണ്ടുപോകും, തിന്നുമൊക്കെ ചെയ്യും. എന്നാലും പറയും ഈ എപ്പോഴും ഈ ദോശ ചുടലേറി. പക്ഷേ ഞാൻ നായ്ക്കുട്ടികളെ വിശപ്പും കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അടുപ്പത്ത് തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് ഇപ്പം കുറേ ദിവസമായിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്. അതിനുകൊണ്ട് അടിയൊക്കെ നല്ല കരി പിടിച്ച് റെഡിയായിന്. അപ്പോൾ നമ്മളെ ചോറൊക്കെ ഒന്ന് തിളപ്പിച്ച് മേശമ്മൽ കൊണ്ടുവച്ചിന് കേട്ടോ. ചൂടാറാൻ വേണ്ടി കൊണ്ടുവെക്കണേ. ഫാനും ഇട്ടിട്ടുണ്ടാവും. അപ്പം ചൂടുള്ള ചോറ് ചേട്ടൻ പാത്രത്തിലാക്കണ ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ തണുപ്പിച്ചതിൻ്റെ ശേഷം കേട്ടോ വെക്കുക. അപ്പോൾ ആ അടുപ്പൊക്കെ ഒന്ന് ഒഴിഞ്ഞ് ചോറ് വെന്തപ്പോഴേ അടുപ്പൊക്കെ ഒന്ന് ഒഴിഞ്ഞ് കിട്ടി. അപ്പോൾ ഞാൻ അയലമീൻ കുറച്ച് പൊരിക്കാണ്ട്, ഇനി അതൊന്ന് പൊരിക്കുകയാണ്. പിന്നെ കുറച്ച് കറി വെക്കാനുണ്ട്, അതൊന്ന് കറി വെക്കണം. അയലമീൻ തന്നെ കേട്ടോ. മത്തി തിളപ്പിച്ച് വെച്ചതുകൊണ്ട് പിന്നെ അയല കറിയൊക്കെ ഉണ്ട്. നമ്മൾ ഈ അടുപ്പുമ്മലാട്ടോ വെച്ചത്. എല്ലാ പണികളും ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ പണിക്ക് പോവാണ് കേട്ടോ. ബസ്സൊക്കെ കയറി പണി സ്ഥലത്തേക്കുള്ള നടത്തത്തിലാണ് കേട്ടോ. അപ്പോൾ നന്ദുമോൾ ഇന്ന് വീട്ടിലുണ്ട്. അവൾക്ക് തലവേദനയൊക്കെ ആയതുകൊണ്ട് നന്ദു പോയില്ല. അപ്പോൾ ബാക്കി കുഞ്ഞു പണികളൊക്കെ ഓളെ ഏൽപ്പിച്ചിട്ടുള്ള യാത്രയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പണിസ്ഥലത്തേക്ക് പോയി ഇനിയിപ്പം വൈകുന്നേരം തിരിച്ച് ഇറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ വൈകുന്നേരം ആയതിൻ്റെ ശേഷമുള്ള വീഡിയോ ആട്ടോ ഇനി അങ്ങോട്ടുള്ളത്. ഞാനിതാ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി. ബസ് ഞങ്ങൾ വരുന്ന വഴിക്കിൽ തന്നെ ട്രെയിൻ പോണ സ്ഥലമാണ്. അതുകൊണ്ട് ഗേറ്റ് അടവുണ്ട്. അപ്പോൾ ഞാൻ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഗേറ്റ് അടവ് കിട്ടിയത്. അതുകൊണ്ട് ട്രെയിൻ പോണതും കൂടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കുറച്ച് ദൂരം പോവാണ്ട്, അതുകൊണ്ട് തന്നെ ബസ്സിലല്ലാതെ നടന്ന് പോകാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സിൽ തന്നെ കയറും. അപ്പോൾ 2 ബസ് മാറി കയറണം. പറയുമ്പോൾ അതിന് മാത്രമൊറ്റ ദൂരം ഇല്ലേനും. അപ്പോൾ ബസ് വളരെ കുറവാണ് ആ വഴിക്ക്. അപ്പോൾ വേറെ സ്ഥലത്തേക്ക് ബസ് കയറണം, പിന്നെ ഞങ്ങളുടെ നാട്ടിലേക്ക് ബസ് കയറണം. എന്തായാലും ആ ട്രെയിൻ പോയി കഴിഞ്ഞപ്പം തന്നെ പെട്ടെന്ന് ബസ് മുന്നോട്ട് എടുത്തിന്. ഇനി ഈ ഒരു ബസ് വേറെ വഴിക്കാണ് പോവുക. അപ്പോൾ എനിക്ക് ബസ് കിട്ടുന്ന സ്ഥലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഞാൻ വീട്ടിലേക്ക് ബസ് കയറും. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്താനൊക്കെ ആവണമെങ്കിൽ ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ ബസ്സിലൊക്കെ കയറി എന്തായാലും അതൊന്ന് വിശദമായിട്ട് വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ
ഞാൻ ദാ വീട്ടിലെത്തിയപ്പോൾ നന്ദമോളും പാപ്പുമോളും ഭയങ്കര കളിയാട്ടോ ഇവിടെ എത്തിയപ്പം തന്നെ. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച് മോളെ പിടിച്ച് വെക്കുക കേട്ടോ. അവൾ എണീക്കാൻ സമ്മതിക്കാതെ മടിയിൽ തന്നെ കിടക്കുക. കണ്ടോ കുഴഞ്ഞ് കിടക്കും കേട്ടോ, എണീക്കാൻ സമ്മതിക്കില്ല ആൾ. ഭയങ്കര കുസൃതിയാണ്, കണ്ടില്ലേ അതിൻ്റെ കുസൃതി. ഓൾ എണീച്ച് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഓളെടുത്തേക്ക് എന്നെ ഓടി കയറി ഓളെ മടിയിലിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കളി. അത്രയ്ക്കും സ്നേഹം കേട്ടോ സംഭവം, അതുകൊണ്ടാണ്. അപ്പോൾ ഓളിങ്ങനെ കളിപ്പിക്കുക, പൊയ്ക്കോ എൻ്റെ അടുത്ത് വരണ്ടാന്ന് പറയാം കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ടും കണ്ടോ ചാടി കയറി ഇരുന്നത് കണ്ടില്ലേ. അപ്പോൾ അത്രയ്ക്കും സ്നേഹമാണ് ആൾക്ക്. അപ്പോൾ നന്ദുവിന് ഇനി എന്തായാലും വൈകുന്നേരം ട്യൂഷൻ ഉണ്ട്, 5:30 ആകുമ്പോൾ ട്യൂഷൻ തുടങ്ങും. അപ്പോൾ അതിനൊക്കെ പോകാനുള്ളൊരു തിരക്കിലും ഇതിലൊക്കെയാണ്. അപ്പോൾ എനിക്കിനി വൈകുന്നേരത്തേക്ക് രാത്രിത്തേക്കൊക്കെ ഉള്ള ചോറ് റെഡിയാക്കാണ്ട്, രാത്രിത്തേക്കുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പരിപാടിയിലേക്കൊക്കെ കിടക്കുകയാണ്. ഇനി കുറച്ച് പണികളും കൂടി ഉണ്ട്. അപ്പോൾ ചോറ് എന്തായാലും രാവിലത്തേക്കും കൂടി കണക്കാക്കിയിട്ട് വെക്കണം കേട്ടോ. പിന്നെ അതാ കുറച്ച് പാത്രം കഴുകാണ്ട്, കുറച്ച് തിരുമ്പാണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമായ സംഭവങ്ങളാട്ടോ. ബാക്കിയൊക്കെ നന്ദുമോള് തിരുമ്പി റെഡിയാക്കി വെച്ചിന്. ഇനി ഇതും കൂടി ഒന്ന് തിരുമ്പണം, അല്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് പിടിപ്പത് പണി കിട്ടും. പിന്നെ കുറച്ച് തിരുമ്പിയത് മുകളിൽ ഉണങ്ങിയതുണ്ട്, അത് എടുത്തുകൊണ്ടുവന്നിട്ട് ഞാനൊന്ന് മടക്കി വെക്കുകയാണ്. അപ്പം ടെറസിൻ്റെ മുകളിൽ തന്നെ അയലുമിലിട്ട് വെക്കണം കേട്ടോ, റൂമിൽ. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇത് കുറച്ച് മടക്കാണ്ട്, കുറച്ച് അത് തിരുമ്പാനുള്ളതും ഞാൻ കൊണ്ടുപോയിട്ട് വന്നിന്. അപ്പോൾ അതൊന്ന് റെഡി ആകുമ്പോഴേക്ക് ഇതെടുത്ത് മടക്കി വെച്ചാലേ അടുത്തത് അവിടെ ഇട്ട് കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടുള്ള ധൃതി പിടിച്ച പണിയിലാട്ടോ. ചോറ് വെക്കലും തിരുമ്പലെടുക്കലും തിരുമ്പിയത് എന്താ പറയുക ഇടലും ഒക്കെ കൂടി ഉണ്ട്. ഇനി പഞ്ചേട്ടൻ വരുമ്പോഴേക്ക് മീൻ കൊണ്ടുവരും, വരുമ്പോൾ മീൻ കൊണ്ടുവരും. ഇനി അതൊന്ന് കറി വെക്കണം, നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യണം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതെന്താ പറയുക, ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് നമ്മളെ വീഡിയോ ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക വെച്ചാൽ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്ത പോലെയാണ്. രാവിലെ ആണെങ്കിലോ പോണ ആ ഒരു വെപ്രാളത്തിൽ വീഡിയോ എടുക്കാൻ പറ്റണില്ല. പിന്നെ വേറെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് വ്യൂസ് പറയാൻ പറ്റില്ല കേട്ടോ. ആൾക്കാർക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാവും എന്നാണ് എനിക്ക് എൻ്റെ മനസ്സിലൊരു തോന്നൽ. എന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ കുഞ്ഞു കാര്യങ്ങളൊക്കെ അറിയിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ മുടക്കാതെ എങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ വിലയേറിയ ഈ ഒരു എന്താ പറയുക സപ്പോർട്ടാണ് എന്നെ മുന്നോട്ടേക്കുള്ള ഇതിലേക്ക് അങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പൊരുതി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ എന്താ പറയുക എൻ്റെ മുന്നിലും ബാക്കിലും ആയിട്ട് വേണം. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേയേറെ നല്ല സുഹൃത്തുക്കൾ നമുക്ക് വിളിക്കാനും സന്തോഷം പങ്കിടാനും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് സന്തോഷമാണ് ആ കാര്യത്തിലൊക്കെ. ഒരുപാട് അറിയാത്ത ഏതോ ദൂരത്തുള്ള ആൾക്കാരൊക്കെ നമ്മളായിട്ട് കൂട്ടായിട്ടുള്ളത്, ഒക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത് ആ ചോറിനുള്ള ഒന്നും കൂടി കത്തിച്ച് റെഡിയാക്കി കൊടുക്കുകയാണ്. തിരുമ്പാളൊക്കെ മുകളിലിട്ടണമെന്ന് പറഞ്ഞല്ലോ, ഇനി അതൊന്ന് പോയി നോക്കണം. അപ്പോൾ നമ്മൾ തിരുമ്പി മടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ചോറും വെന്താലേ ഇപ്പം വേഗം ഒരു പണി കഴിഞ്ഞ് കിട്ടുള്ളൂ. ചേട്ടൻ വന്നാൽ ഈ അടുപ്പത്ത് തന്നെ നമുക്ക് കറി ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും മുകളിൽ കയറട്ടെ, മുകളിൽ നിന്ന് അങ്ങനെ സിഗ്നൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി വെള്ളം നിറച്ച് കൊടുത്തിട്ടൊന്ന് ഒലുമ്പി എടുക്കണം. അത് അപ്പോൾ തിരുമ്പൽ കഴിഞ്ഞിട്ട് ഒന്ന് ഒലുമ്പി എടുക്കണം. നമ്മളെ മെഷീൻ ഓട്ടോമാറ്റിക് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ സിഗ്നൽ വരുമ്പോൾ നമ്മളിങ്ങനെ കയറി ചെന്ന് കൊടുക്കണം. ടെറസിൻ്റെ ഏറ്റവും മുകളിലാട്ടോ സംഭവം ഉള്ളത്. താഴെ അതിനുള്ള പോയിൻറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഇനി. അപ്പോൾ മുകളിലാണത് വെച്ചതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് വെച്ചേക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തിരുമ്പി എടുക്കുകയാണ്. പിന്നെ അത് അമ്മ കുറച്ച് മുളകിൻ്റെ തൈ ഇങ്ങനെ മുളപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാൻ താഴെ കുറച്ച് മേശമ്മൽ കുറച്ച് അല്ലറ ചില്ലറ കച്ചറകളൊക്കെ ഉണ്ട് കേട്ടോ. മക്കൾ പകൽ ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി മേശ ഒന്ന് വൃത്തിയാക്കിയിടണം. മേശമ്മലില്ലാത്തൊരു സാധനം ഉണ്ടാവില്ല കേട്ടോ വൈകുന്നേരം ആകുമ്പോഴേക്ക്. പിന്നെ ഞാൻ കറണ്ടിൻ്റെ അടുപ്പുണ്ടല്ലോ അതെടുത്ത് മേശമ്മലേക്ക് വെച്ചതാണ് അടുക്കള ഒന്ന് തുടയ്ക്കുമ്പോൾ. അപ്പോൾ ഇനി ഇതെടുത്തിട്ട് അങ്ങോട്ട് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുക കേട്ടോ ചെയ്യുക. അപ്പം പിന്നെ രാത്രിയെ ഞാൻ മാറ്റി വെക്കലുള്ളൂ. എളുപ്പത്തിന് ഇങ്ങനെ മേശമ്മൽ കൊണ്ടുവെക്കും രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞാൽ. പിന്നെ ചെറിയ കുട്ടികളൊന്നും ഇല്ലല്ലോ എടുത്ത് എറിയാനായിട്ടും കളിക്കാനായിട്ടും, അതുകൊണ്ടൊരു ധൈര്യമാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് പോവൽ. പിന്നെ ചൂടുള്ള സംഭവം അതിൻ്റെ അടിയിലേക്കൊക്കെ എടുത്ത് വയ്ക്കാൻ എനിക്കൊരു പേടിയാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അത് നല്ല ചൂടാറി കിട്ടും ചെയ്യും. ഫാനൊക്കെ കറങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ കറണ്ട് അടുപ്പിൻ്റെ ആ ചൂട് അങ്ങോട്ട് പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിവിടെ ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ നമ്മളെ മേശ എന്തായാലും തുടച്ച് വൃത്തിയാക്കി ഗ്ലാസ്സൊക്കെ ഒന്ന് മാറ്റി വെച്ചിന് കേട്ടോ. ഇനി ഇപ്പം ചായ കുടിക്കാതിരുന്നപ്പോൾ ആകെ ഇനിയും എല്ലാം മേശമ്മലാവേണ്ട കഥയാണ് കാണുന്നത്. ഇനിയിപ്പോൾ വൈകുന്നേരം ആയാലും ചായ കൂടി ഉണ്ട്. ചേട്ടാ അതിനുള്ള കടിയൊക്കെ കൊണ്ടിട്ടാണ് വന്നുള്ളത്. പിന്നെ മീനൊക്കെ കൊണ്ടുവന്നിട്ട് ഇനി അതൊന്ന് കറി വെച്ചെടുക്കണം. നമ്മളെ ചോറൊക്കെ വേവാനായി തുടങ്ങിന്. അങ്ങനെ വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ വീഡിയോ ഇടാം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അത് പഴംപൊരിയാണ് കൊണ്ടുവന്നത്. ഫുൾ എണ്ണയിൽ കുളിച്ചിട്ടുള്ള സാധനമായിട്ടത്. ഇതൊക്കെ തിന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ അല്ലേ, കൊളസ്ട്രോളും അതും ഇതൊക്കെ പാഞ്ഞ് ഓടി മണ്ടി വരും നമ്മളടുത്തേക്ക്.
അപ്പോൾ അതാ എന്തായാലും നല്ലോണം ഒന്ന് എണ്ണ പോക്കിയിട്ട് തിന്നാമെന്ന് വിചാരിക്കുകയാണ്. അവിടെ നിൽക്കട്ടെ, ഇനി ചായ വേഗം ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതാ ചായക്ക് വെള്ളം വെച്ചിന് കേട്ടോ. അപ്പം നേരെ നമ്മളെ അടുപ്പൊക്കെ എടുത്ത് കുത്തി അതിന്മേലാണ് വെക്കണത്. ഗ്യാസ് നിറയ്ക്കണ വരെ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഒരു കലാപരിപാടികൾ. നിറയ്ക്കണം. ഇപ്പം വലിയ തിരക്കൊന്നും ഞാൻ കൂട്ടില്ല, കുറച്ച് കഴിയട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സംഭവം 2 ഗ്യാസും കുറ്റി ഉണ്ടെങ്കിലും ശരി, ഒന്ന് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നിറയ്ക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവലില്ല കേട്ടോ സത്യത്തിൽ. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയതെന്ന് ഞാൻ പറയും. ചേട്ടാ എപ്പോഴും പറയും ഗ്യാസ് നിറച്ചോ എന്ന് പറഞ്ഞാൽ ഈ പറയും വേണ്ട ഇപ്പം വേണ്ട എന്ന് പറയും. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു കുറ്റി സ്റ്റോക്ക് ഉണ്ടാവും എന്നൊക്കെ മൂപ്പരിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ല എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച്. അപ്പോൾ അതാ മീൻ കൊണ്ടുവന്നത് മത്തിക്കുട്ടികളും ഉണ്ട്, അയലയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കി കറി വെച്ചിട്ട് എടുത്ത് വെക്കണം, അല്ലാതെ രാവിലെ നടക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം മീനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.